PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നൽകുന്നത്. അപ്പോൾ ഞാൻ ആ ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സമയത്താണെന്നുള്ളത് പറയാം. എൻ്റെ ചെറിയ ശബ്ദത്തിന് അടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ 6 ക്ലാസ്സുകൾ നൽകുന്നത് കാലത്ത് 6 മണിക്ക് നമ്മൾ നൽകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററീനെ ബേസ് ചെയ്തിട്ടുള്ള SCERT പാഠഭാഗങ്ങളാണ് ഇപ്പോൾ നൽകി വരുന്നത്. ദെൻ കാലത്ത് 9 മണിക്ക് ബയോളജിയുടെ ഭാഗത്ത് നിന്നുള്ള SCERT പാഠഭാഗങ്ങളാണ്. ഇപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 12 മണിക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അത് കഴിയുമ്പോൾ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3ഉം കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ഓക്കെ, അപ്പോൾ അതിൽ മാത്സ് LDCക്കും LGSനും കോമൺ ആണ്. ഇംഗ്ലീഷും മലയാളവും LDCക്ക് മാത്രമാണ് വരുന്നത്. ദെൻ രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി, ബയോളജി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണോ പഠിക്കുന്നത് ആ ഭാഗത്ത് നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് ചെറിയ കണക്ഷൻസും കോഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. 6 ക്ലാസ്സുകളാണ് ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ വീക്കിലി ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ ഒരു മാസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാസത്തിലൊരിക്കൽ ഞായറാഴ്ച രാത്രി 8 മണിക്ക് 100 മാർക്കിൻ്റെ പരീക്ഷയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെയ്ഡ് ക്ലാസ്സിൽ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്താൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ പഠിക്കാം. പിന്നെ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നോട്ട്സ്, PDF, പോള് ഇതെല്ലാം ടെലിഗ്രാം വഴിയാണ് ലഭിക്കുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തവർക്കുണ്ടെങ്കിൽ ടെലിഗ്രാം വഴി നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഒരു വീഡിയോ പോലും മിസ്സാവാതെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സാണിത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG, അതുപോലെ GST കൗൺസിൽ, ഇത് രണ്ടും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിളിലാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിളിലാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ വരവ് ചെലവ് കണക്കുകൾ ആരുടെയൊക്കെ പരിശോധിക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും പരിശോധിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അതായത് നമ്മുടെ ഇങ്ങനെ ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ ഒരു CAG വേണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. CAGയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 148. ഇനി CAGയുടെ ധർമ്മം, ഇപ്പോൾ വരവ് ചെലവുകൾ കണക്കുകൾ പരിശോധിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ CAGയുടെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 149. 149ലാണ് CAGയുടെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 148 CAG വേണം എന്നുള്ളത് പ്രതിപാദിക്കുന്നു. 149 ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി CAGയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭരണഘടനാപരമായി
ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? CAG ആണ്. അത് ആരുടെ അഭിപ്രായത്തിലാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ എങ്ങനെയാണ് CAG കുറിച്ച് അഭിപ്രായപ്പെട്ടത്? ഭരണഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് CAG എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകളും പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ ഇങ്ങനെ പരിശോധിച്ചിട്ട് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കണമല്ലോ. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അത് ആർക്ക് സമർപ്പിക്കും? പ്രസിഡൻറ്റിന് സമർപ്പിക്കും. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രസിഡൻറ്റിനും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഗവർണർക്കുമായിരിക്കും സമർപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ രണ്ട് പേരുടെയും വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നുണ്ട് അല്ലേ? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് CAG ആണെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കുമായിരിക്കും? ഗവർണർക്കുമായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി CAG അറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയാ? ഇന്ത്യയുടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ, ഇന്ത്യയുടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? CAG ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അതുപോലെ തന്നെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ, പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ അഥവാ കാവൽ നായ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും CAG ആണ്. അപ്പോൾ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ, പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണല്ലോ CAG. ഈ ഇന്ത്യയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറി. അപ്പോൾ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CAG ആണ്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റി ചോദിച്ചാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ, അപ്പോൾ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? പാർലമെൻറ്റിലെ എം പിമാർ ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത്? പിമാരല്ലേ, മന്ത്രിമാരല്ലേ അവിടെ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ. അവർക്ക് എങ്ങനെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാനൊക്കെ അറിയുമോ എന്നൊരു ഡൗട്ട് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഇനി തോന്നിയില്ലെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ളത് പാർലമെൻറ്റിലെ പിമാരാണ്. അവർക്ക് ഈ വരവ് ചെലവ് കണക്കുകളെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല അല്ലേ? അത്രമാത്രം വിദ്യാഭ്യാസവും അറിവുകളൊന്നുമുള്ള ആളുകൾ മാത്രമല്ല പിമാരായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം CAG എന്ത് ചെയ്യും? വരവ് ചെലവ് കണക്കുകളെല്ലാം പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ആർക്കാണ് സമർപ്പിക്കുന്നത്? പ്രസിഡൻറ്റിനാണല്ലോ സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രസിഡൻ്റാണ് ഇതെന്ത് ചെയ്യുന്നത്? പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നത്. പ്രസിഡൻറ്റ് ഈ റിപ്പോർട്ട് എന്ത് ചെയ്യും? പാർലമെൻറ്റിൽ സമർപ്പിക്കും. പാർലമെൻറ്റിൽ നിന്നുമാണ് ഈ റിപ്പോർട്ട് എങ്ങോട്ടെത്തുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും എത്തുന്നത്. അപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു തവണ വരവ് ചെലവുകളെല്ലാം കണക്ക് കൂട്ടി റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് പ്രസിഡൻറ്റിൻ്റെ കയ്യിലും പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നും പാർലമെൻറ്റിലേക്കും അവിടെ നിന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്കും എത്തുന്നു. അപ്പോൾ CAG ഒരു തവണ പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ വീണ്ടും ചികഞ്ഞ് ഒന്നുകൂടി പുനഃപരിശോധിക്കുന്ന ആളാണ് ആര്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ
CAG ഉണ്ടെങ്കിൽ മാത്രമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർ പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് വീണ്ടും പരിശോധിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വീണ്ടും ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ നമ്മൾ എന്ത് പേരിലും കൂടെ പറയാറുണ്ട്, പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നും പറയാറുണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ CAGയുടെ സഹായത്തോടു കൂടി മാത്രമേ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാനാവൂ അല്ലേ. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് CAG എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുക, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വഴികാട്ടി എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഫിലോസഫർ എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഗൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്നതും എല്ലാം ആര് തന്നെയാണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കാരണം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു തവണ റിപ്പോർട്ട് തയ്യാറാക്കി അതിനെ വീണ്ടും പുനഃപരിശോധിക്കുകയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വഴികാട്ടി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഫിലോസഫർ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഗൈഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്, CAG ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ CAGയെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് ആര്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. ഇനി നീക്കം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. ഇനി ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ കയ്യിലാണ്. ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഇവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ നീക്കം ചെയ്യണമെങ്കിൽ ഇവർക്ക് ആരുടെ അനുവാദം വേണം, പാർലമെൻറ്റിൻ്റെ അനുവാദം വേണം. പാർലമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ രാഷ്ട്രപതിക്ക് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് പാർലമെൻറ്റിൻ്റെ അനുവാദം എന്ന് പറയുമ്പോൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും 2/3 ഭാഗം ഭൂരിപക്ഷം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇതിൻ്റെ പേരാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നീക്കം ചെയ്യുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്, ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. രാജ്യസഭയുടെയും ലോക്സഭയുടെയും 2/3 ഭാഗം ഭൂരിപക്ഷം വേണം നീക്കം ചെയ്യണമെങ്കിൽ അല്ലേ. അതായത് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ മാത്രമാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നീക്കം ചെയ്യാൻ പറ്റുന്നത്. ആരാണ് നീക്കം ചെയ്യുന്നത്, രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് നരഹരി റാവു ആണ് ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. എന്നാൽ നിലവിൽ ആരാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നരഹരി റാവു, നിലവിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്, ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഇനി ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കാലാവധിക്കു ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിലോ സംസ്ഥാന ഗവൺമെൻറ്റിലോ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗത്തിന് അർഹരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് കാലാവധിക്കു ശേഷം സംസ്ഥാനത്തെയോ കേന്ദ്രത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗം വഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഉദ്യോഗം വഹിക്കാൻ കഴിയില്ല, അതിന് അർഹരല്ല എന്നുള്ളതാണ് ആൻസർ. എന്തുകൊണ്ടാണ് അർഹരല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കുക. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എവിടെ നിന്നൊക്കെ വരുമാനമുണ്ട്, ഏതൊക്കെ രീതിയിൽ അവരവരുടെ വരുമാനം ചിലവാക്കുന്നുണ്ട്, ഈ പറയുന്ന എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ അദ്ദേഹം കാലാവധി കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗം വഹിച്ചു കഴിഞ്ഞാൽ
ഗവൺമെൻറ്റിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ മറ്റൊരു ഉദ്യോഗം വഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പുറത്താവത്തില്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കാലാവധിക്ക് ശേഷം മറ്റേതെങ്കിലും ഉദ്യോഗം വഹിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് GST കൗൺസിലിനെ കുറിച്ചാണ്. GST കൗൺസിൽ. അപ്പോൾ എന്താണ് GST കൗൺസിൽ? GST എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ GSTയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ച ഒരു സമിതിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. ഈ GST കൗൺസിൽ രൂപം കൊള്ളാൻ കാരണമായ ഭേദഗതി എന്ന് പറയുന്നത് 101 ഭേദഗതിയാണ്. ഇത് നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അവിടെയും പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ 101 ഭേദഗതിയിലൂടെയാണ് GST കൗൺസിൽ രൂപം കൊള്ളുന്നത്. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കും. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ GSTയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ച സമിതിയാണ് GST കൗൺസിൽ. 101 ഭേദഗതിയിലൂടെയാണ് GST കൗൺസിൽ വരുന്നത്. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 279A ആണ്. ഈ GST കൗൺസിൽ രൂപീകരിച്ച വർഷം ഓർത്തിരിക്കുക. 2016 സെപ്റ്റംബർ 12 GST കൗൺസിൽ രൂപീകരിച്ചത് എപ്പോഴാണ്? 2016 സെപ്റ്റംബർ 12 ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹി. ആസ്ഥാനം എവിടെയാണ്? GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി PSCക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, GST കൗൺസിലിലുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര അംഗങ്ങളാണ്? ടോട്ടലായിട്ട് 33 അംഗങ്ങളുണ്ടായിരിക്കും. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയാണ് 33 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരും ബാക്കി 31 അങ്ങനെ ചേർത്തിട്ടാണ് 33 അംഗങ്ങൾ ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ മുഴുവൻ അംഗങ്ങളെയും നമുക്ക് പഠിക്കേണ്ട, പക്ഷേ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട 3 അംഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ചെയർമാൻ. ആരായിരിക്കും ചെയർമാൻ? GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും. അപ്പം നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ. അപ്പം നിലവിൽ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. ഓക്കെ. അപ്പം നിലവിലെ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ. ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും. രണ്ടാമത്തെ അംഗം സംസ്ഥാനങ്ങളുടെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഉണ്ടായിരിക്കും. സ്റ്റേറ്റിൻ്റെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഉണ്ടായിരിക്കും. മൂന്നാമതായിട്ട് ഓരോ സംസ്ഥാന ഗവൺമെൻറ്റും നാമനിർദ്ദേശം ചെയ്യുന്ന ധനകാര്യത്തിൻ്റെയോ അല്ലെങ്കിൽ നികുതിയുടെയോ ചുമതലയുള്ള മന്ത്രി, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു മന്ത്രി. ഇത്രയും പേർ ചേരുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട 3 മന്ത്രിമാരാണ്. ആദ്യം ചെയർമാൻ, കേന്ദ്ര ധനകാര്യമന്ത്രി. അപ്പോൾ ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്നു. പിന്നെ സ്റ്റേറ്റ് അല്ലേ, സംസ്ഥാനങ്ങളുടെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയും കൂടെ വന്നു. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്യുന്ന ധനകാര്യത്തിൻ്റെയോ നികുതിയുടെയോ ചുമതലയുള്ള ഒരു മന്ത്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മന്ത്രി. ഇങ്ങനെ 3 പേരാണ് ഉള്ളത്. അപ്പോൾ അതിൽ 2 കേന്ദ്രമന്ത്രിമാരുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള നിലവിലെ GST കൗൺസിലിലെ അംഗം എന്ന് പറയുന്നത് KN ബാലഗോപാലാണ്. ഓക്കെ, കേരളത്തിലെ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് നിലവിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് GST കൗൺസിലിലുള്ള അംഗം KN ബാലഗോപാൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ GST കൗൺസിലിൻ്റെ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് എന്തിലൂടെയാണ് ചോദിക്കാം. യോഗങ്ങളിലൂടെയാണ് GST കൗൺസിലിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. GST കൗൺസിലിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് യോഗങ്ങളിലൂടെയാണ്. ഈ യോഗത്തിൻ്റെ
ക്വാറം എത്രയാണ്? ക്വാറം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഇത്ര പേര് പങ്കെടുക്കണം എന്നുള്ളതുണ്ട് അല്ലേ? അപ്പോൾ യോഗത്തിൽ ഒരു ചുരുങ്ങിയ എത്ര പേര് പങ്കെടുക്കണം, അതാണ് ക്വാറം. അപ്പോൾ ക്വാറം എന്ന് പറയുന്നത് മൊത്തം എത്ര അംഗസംഖ്യയുണ്ടോ അതിൻ്റെ 50%, ഓക്കെ, പകുതി ആളുകൾ പങ്കെടുക്കണം. മൊത്തമുള്ള അംഗങ്ങളുടെ പകുതി ആളുകൾ, 50% ആളുകളാണ് യോഗത്തിൻ്റെ ക്വാറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കൗൺസിലിൻ്റെ ഓരോ തീരുമാനവും യോഗത്തിൽ പങ്കെടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ എത്ര വോട്ടിങ്ങിലൂടെയാണ് നടപ്പിലാക്കുന്നത്? 4/3 വോട്ടിംഗ് വേണം. ഓക്കെ, കൗൺസിലിലെ ഓരോ തീരുമാനവും യോഗത്തിൽ എത്ര പേരാണോ പങ്കെടുക്കുന്നത്, അവർ എത്ര പേരാണോ വോട്ട് ചെയ്യുന്നത്, അത്രയും അംഗങ്ങളുടെ 4/3 വോട്ടിങ്ങിലൂടെയാണ് ഈ പറയുന്ന GST കൗൺസിലിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയുടെ വോട്ടിന്, അവരുടെ വോട്ടിൻ്റെ മൂല്യമാണ് പറയുന്നത്, വെയിറ്റേജ് ആണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയുടെ വോട്ടിങ്ങിനാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഉണ്ടായിരിക്കും അല്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയുടെ വോട്ടിനാണെങ്കിൽ അവിടെ പോൾ ചെയ്ത മൊത്തം വോട്ടിൻ്റെ 1/3 വെയിറ്റേജ് ഉണ്ടായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയുടെ വോട്ടിന് എത്ര വെയിറ്റേജ് ഉണ്ട്? ആ മൊത്തം യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മൊത്തം വോട്ടിൻ്റെ 1/3 വെയിറ്റേജ് ഉണ്ടായിരിക്കും. ഇനി എല്ലാ സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി, സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളുടെ വോട്ടിനാണെങ്കിൽ യോഗത്തിൽ ചേർന്നിട്ടുള്ള ആകെ വോട്ടിൻ്റെ 2/3, 2/3 വെയിറ്റേജ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ കൗൺസിലിലെ എല്ലാ നടപടികളിലേക്കും, ഇവിടെ ഇത് ഓർത്തിരിക്കണം, ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുടെ വോട്ടിൽ 1/3 വെയിറ്റേജും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികളുടെ വോട്ടിന് 2/3 വെയിറ്റേജ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ GST കൗൺസിലിലെ എല്ലാ നടപടികളിലേക്കും ഒരാളെ സ്ഥിരം ക്ഷണിതാവായിട്ട് വിളിക്കാറുണ്ട്. സ്ഥിരം ക്ഷണിതാവ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് ഒരാളെ എപ്പോഴും വിളിക്കാറുണ്ട്. അത് ആരാണ്? CBECയുടെ ചെയർപേഴ്സൺ. എന്താണ് CBEC? സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് കേട്ടോ. സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർപേഴ്സണെ സ്ഥിരം ക്ഷണിതാവായിട്ട് എല്ലാ GST കൗൺസിലിൻ്റെ യോഗത്തിലും പങ്കെടുക്കാറുണ്ട് അല്ലെങ്കിൽ വിളിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്തില്ല? വോട്ടവകാശമില്ല. അത് ഓർത്തിരിക്കണേ. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർപേഴ്സണെ GST കൗൺസിലിലെ എല്ലാ നടപടികളിലേക്കും സ്ഥിരം ക്ഷണിതാവായിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇതിൽ വോട്ടവകാശമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി GST കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയാണ് GST കൗൺസിലിൻ്റെ ആസ്ഥാനം. കേരളത്തിൽ എവിടെയാണ് GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. കേരളത്തിൽ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. GSTയുടെ ബ്രാൻഡ് അംബാസിഡർ ഓർത്തിരിക്കുക. GSTയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാ? അമിതാഭ് ബച്ചനാണ് കേട്ടോ. അമിതാഭ് ബച്ചനാണ് GSTയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് GST കൗൺസിലുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കാൻ എനിക്കറിയാം. എൻ്റെ ശബ്ദത്തിൻ്റെ അടപ്പ് കാരണം നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കുക. എന്തായാലും നമ്മൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ ഓരോ ദിവസവും പ്രൊവൈഡ് ചെയ്യണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് എടുക്കാത്തത്. അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് പ്രോബ്ലം ആണെങ്കിലും ക്ലാസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവരും കണ്ട് നോട്ട് തയ്യാറാക്കി പഠിക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.